കുട്ടികളിലെ സ്പെല്ലിംഗ് സ്കിൽ അച്ചീവ് ചെയ്യുന്നതിന് അവരെ സഹായിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് നമുക്കിന്ന് ചിന്തിക്കാം. സാധാരണയായി കുട്ടികൾ സ്റ്റോറി ബുക്സ്, മിനി കാർട്ടൂൺ ടെക്സ്റ്റ് എന്നിവ വായിച്ചു തുടങ്ങുമ്പോൾ കുട്ടികളിൽ അവരറിയാതെ തന്നെ ധാരാളം വൊക്കാബുലറിയും ഡെവലപ്പ് ചെയ്തു തുടങ്ങും. ഇങ്ങനെ ഇവരിൽ പരിചിതമാകുന്ന ഈ വൊക്കാബുലറി ഇവർ നിത്യജീവിതത്തിൽ ഉപയോഗിച്ചു തുടങ്ങുന്നത് പോലെ തന്നെ സ്പെല്ലിങ്സിൽ ഫോം ചെയ്തെടുക്കുന്ന വാക്കുകളായി അവർ എഴുതി തുടങ്ങേണ്ടതും ആവശ്യമാണ്. ഒരു പുതിയ വേർഡ് പരിചയപ്പെടുന്ന കുട്ടി അതിൻ്റെ സ്പെല്ലിങ്സ് പഠിച്ചെടുക്കുക എന്നുള്ളത് ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം കോംപ്ലക്സ് ടാസ്ക് ആകാതിരിക്കാൻ അവരെ കൃത്യമായ രീതിയിൽ നമ്മൾ ഗൈഡ് ചെയ്യേണ്ടതുണ്ട്. ഇതിന് ചില കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അവെയർനെസ് ഉണ്ടായിരിക്കണം. ഒന്നാമതായി, ധാരാളം വൊക്കാബുലറി അവരിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇവരിൽ പരിചിതമാകുന്ന വാക്കുകൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കാനുള്ള ഒരു കോൺഫിഡൻസ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. പിന്നീടൊരു കാര്യം എന്ന് പറയുന്നത്, ഇവർ പരിചയപ്പെടുന്ന വാക്കുകളുടെ സ്പെല്ലിങ്സ് അപ്ലൈ ചെയ്യുന്നതിനുള്ള ഒരു സാഹചര്യത്തിലേക്ക് കുട്ടികൾ എത്തിച്ചേരുക എന്നുള്ളതാണ്. കുട്ടികളെ സ്പെല്ലിംഗ് ഫ്ലുവൻസി ഉണ്ടാകുവാൻ അക്ഷരങ്ങളുടെ അഥവാ ലെറ്റേഴ്സിൻ്റെ സൗണ്ട് ഓർക്കുന്നതോടുകൂടി തന്നെ കുട്ടികൾ ഇത് വേർഡ്സായി ക്രമീകരിക്കാനുള്ള ഒരു കപ്പാസിറ്റി കുട്ടികളിൽ ഡെവലപ്പായി വരേണ്ടതുണ്ട്. ഈ കാര്യങ്ങൾ കുട്ടിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് വന്നു തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഈ സ്പെല്ലിംഗ് സ്കിൽ കുട്ടികളിൽ റിഫ്ലക്റ്റ് ചെയ്തു തുടങ്ങും. ഇതുപോലെ തന്നെ കുട്ടികൾ ഈ സമയത്താണ് വേർഡ്സുകൾ എഴുതി തുടങ്ങുമ്പോൾ ഇവർ പഠിച്ചു വെച്ച കാര്യങ്ങൾ മെമ്മറൈസ് ചെയ്യുന്നതിന്, ഇതവർക്ക് ഈസി ആക്കി കൊടുക്കുന്നതിനായിട്ട് നമുക്ക് റിപ്പീറ്റ് ചെയ്തിട്ടുള്ള പഠന രീതികളോ ഫ്ലാഷ് കാർഡ്സോ അതുപോലെ തന്നെ പിക്ചർ കാർഡ്സിൻ്റെ ഉപയോഗമോ നമുക്ക് അവർക്ക് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ കുട്ടികൾ ഓരോ വേർഡ്സും കൈകാര്യം ചെയ്തു വരുമ്പോൾ അവർക്ക് ഇതൊരു ബുദ്ധിമുട്ടായി തോന്നാത്ത രീതിയിൽ നമ്മളിവരെ മുമ്പോട്ട് കൊണ്ടുപോകുകയാണ് ചെയ്യുക. വവൽസ് ആൻഡ് കോൺസണൻസിൽ കുട്ടികൾ കൂടുതലായി പരിചിതരായി വരുന്നതോടൊപ്പം തന്നെ വാക്കുകളുടെ സ്പെല്ലിങ്സ് കൃത്യമായി അലോക്കേറ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി അവരിൽ രൂപപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതോടൊപ്പം തന്നെ ഓരോ കുട്ടികളുടെയും ലേണിംഗ് കപ്പാസിറ്റി ഡിഫറെൻ്റ് ആയിരിക്കുന്നതോടുകൂടെ തന്നെ നമ്മൾക്ക് അവരെ ഇൻഫോർമൽ ആയിട്ടുള്ള വേർഡ്സിൻ്റെ ഫോർമേഷനും നമ്മൾ അവർക്ക് കൊടുക്കണം. അങ്ങനെ ഓരോ വാക്കുകളും പരിചയപ്പെട്ട് കഴിഞ്ഞ് ഒരു കുട്ടി കറക്റ്റായിട്ടുള്ള ഒരു സെൻറ്റൻസ് മേക്കിങ്ങിലേക്ക് എത്തുന്നത് വരെ നമ്മൾ ഈ കുട്ടിയുടെ കൂടെ ഒരു മെൻറ്റർ ആയിരുന്നു കൊണ്ട് അവരെ സഹായിക്കേണ്ടതും ഈ സ്പെല്ലിംഗ് സ്കിൽ കുട്ടിയിൽ അച്ചീവ് ചെയ്യാൻ വളരെ ആവശ്യമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ്.